உனக்கு ஞாபகம் இருக்குமோ இல்லையோன்னு தெரியல. இப்போ என்னோட ஜிம்முக்கு நீ வந்திருக்க, ரொம்ப സന്തോഷமா இருக்கு. എവിടെയോ കേട്ട് പറഞ്ഞ സൗണ്ട് പോലും. പഠനം വിഷയമാണ്. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 2 മാസത്തോളമായി. ഈ വീഡിയോന്റെ കമന്റ് രവി തൂക്കിട്ടോ, ഉറപ്പാ. അതുപോലെ മുട്ട് ഫുള്ളായിട്ട് നിർത്തണ്ട. കുറേ കാലമായിട്ട് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചൊരു കണ്ടന്റാണ് എൻ്റെ പുതിയ ജിമ്മ്. നമ്മുടെ സ്വന്തം വാടനാംകുറിശ്ശിയിലെ മലബാർ സോമില്ലിൻ്റെ നേരെ മുന്നിലുള്ള കമേഴ്സ്യൽ ബിൽഡിങ്ങിൻ്റെ 2ാമത്തെ ഫ്ലോറിലെ AKS പ്യുവർ ഫിറ്റ്നസ് സ്റ്റുഡിയോ. കുറച്ചായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ പറ്റിയ ഒരു പാർട്ട്ണർ വേണം. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചാൽ പോരല്ലോ, കുറച്ച് ഇന്ററാക്ഷൻസ് വേണ്ടേ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരാളെ നേത്രാവതി എക്സ്പ്രസ്സിൽ ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. None other than the OG രവിശങ്കർ. ഞാനാണ് ഇറക്കുമതി ചെയ്ത മുതൽ. കുറെ നാൾക്ക് ശേഷം നമ്മുടെ അർജു വ്ളോഗ്സിൽ രവി വന്നേക്കാണ്. അപ്പൊ എന്തെങ്കിലും ഞങ്ങളുടെ പ്രേക്ഷകരോട് ആദ്യമേ പറയാനുണ്ടോ? നമസ്കാരം വീണ്ടും. അപ്പൊ ഇന്ന് നമുക്കൊരു വർക്കൗട്ട് വ്ളോഗ് എന്തായാലും നോക്കാം. അത് ഞാൻ ഈ ചാനലിൽ ആദ്യമായിട്ടാണ്. ഈ ചാനലിൽ നിന്ന് എടുത്തു പറയാൻ ഒരു കാരണമുണ്ടേ. വർക്കൗട്ട് ആൻഡ് കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒരു ചാനൽ രവിക്കുണ്ട്, ഗെറ്റ് ഫിറ്റ് വിത്ത് _RV. അങ്ങനെ 2nd ഫ്ലോറിലുള്ള നമ്മുടെ ജിമ്മിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് സത്യം പറഞ്ഞ ഒരു ഞായറാഴ്ചയാണ്. നമുക്ക് വേണ്ടി ജിമ്മ് തുറന്നു തന്ന വിതീഷ് ബ്രോ ആണിത്. വിതീഷ് ബ്രോ ഈ ഒരു ജിമ്മിൻ്റെ പാർട്ട്നേഴ്സിലൊരാളും എൻ്റെ ട്രെയിനറൊക്കെയാണ്. അപ്പോൾ കണ്ടോളൂ, ഇതാണ് എൻ്റെ ജിമ്മ്. വളരെ സ്പേഷ്യസ് അല്ലേ. വർക്കൗട്ടിന് മുന്നേ ഒരു ചെറിയ വാമപ്പ് വേണമല്ലോ, അപ്പോൾ ആ പരിപാടികളിലേക്ക് കിടക്കുകയാണ്. ബ്രൂസ്ലി, അതുകൊണ്ട് തന്നെ ഇവന് ബ്രൂസ്ലി രവി എന്നൊരു പേരുണ്ട്. ആ എല്ലാ ഏജ് കാറ്റഗറിയിൽപ്പെട്ട ലേഡീസിനും ജെൻസിനും വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ എക്യുപ്മെന്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വാമപ്സ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വർക്കൗട്ട്സ് ആരംഭിക്കാം. രവി എനിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വർക്കൗട്ട് ഡ്രിങ്ക് ഒക്കെ റെഡിയാക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച മറ്റേ ഹൃഷിച്ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ പുള്ളി ഒരു കാര്യം പറഞ്ഞു, എല്ലാ വീഡിയോയിലും എന്തെങ്കിലും ഒരു ഫുഡ് ഉൾപ്പെടുത്തണമെന്ന്. അപ്പോൾ ഈ ജിമ്മ് വ്ളോഗിൽ ഞാൻ എന്ത് ഫുഡ് ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അറ്റ്ലീസ്റ്റ് ഇതുണ്ടല്ലോ. പിടിച്ച് ഇഷ്ടപ്പെട്ട് പ്രീ വർക്കൗട്ട് റാറ്ററ്റ്സ്. രവി പറഞ്ഞ പോലെ പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് കുടിച്ചപ്പോൾ ഒരു ഉഷാറൊക്കെ കിട്ടി. ഇന്നൊരു മിക്സഡ് വർക്കൗട്ടാണ്. അങ്ങനെ ഒരു 10 kg ഡംബൽ എടുത്ത് തുടങ്ങി. ഞാൻ നിൽക്കുന്ന പൊസിഷൻ അത്ര ശരിയല്ല, അത് എനിക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ അതൊന്ന് ഇമ്പ്രൂവ് ആക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാളുടെ എൻട്രി ജിമ്മിലേക്ക്. അമ്പലത്തിലൊക്കെ പോയിട്ട് ചന്ദനക്കുറിയൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായി വന്നേക്കുക നമ്മുടെ വൈശാഖ്. ഷർട്ട് ഇട്ടിട്ടാണ് അവിടെ വർക്കൗട്ടിന് വന്നേക്കുന്നതെന്നാണ് രവി ചോദിക്കുന്നത്. ബെൻഡോവർ ഡംബൽ റോ. ഓക്കെ. രവി അങ്ങനെ ബസ് ഓടിക്കുകയാണ്. ആലുവൽ സ്റ്റോപ്പില്ലാട്ടാ. പോരട്ടെ. നമുക്കേ ജിമ്മിന്റെ ഓണാഘോഷത്തിന് രവീനെ മുഖ്യ അതിഥിയായിട്ട് വിളിക്കാട്ടോ. വരുമോ? എന്താ ആ സമയത്ത് ബിസി ആയിരിക്കും അല്ലേ പങ്കാളി? മുതലെയാ എന്നെ ജിമ്മുക്ക് കൂട്ടിയിട്ട് പോണത് നീതാ. ആലുവല്ല, உனக்கு ஞாபகம் இருக்குமோ இல்லையோன்னு தெரியல. இப்போ என்னோட ஜிம்முக்கு நீ வந்திருக்க,
ரொம்ப சந்தோஷமா இருக்கு. എവിടെയോ കേട്ട് പുറത്ത സൗണ്ട് പോലെ ഉണ്ടല്ലോ നമ്മുടെ തല. ஆமா தலதான். இப்போ இந்த ஜிம்முக்கு நீ வந்திருக்க ரொம்ப சந்தோஷமா இருக்கு. ஆனா ஒரு துக்கமாவும் இருக்கு. ஏன்னா இன்னைக்கு மட்டும்தான் நீ இருப்ப. മച്ചമ്പേ നമ്മളോടാണല്ലോ. നീ ഇങ്ങനെ സെറ്റിൽ ആയിടേ. സോറി തമ്പി. 2014 ജനുവരി 10-നാണ് ഞാനും രവിയും സുഹൃത്തുക്കളായത്. അജിത്തിൻ്റെ വീരം സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഇപ്പം ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ കൂടിയാണ് അജിത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി. ഒരു കിടിലൻ സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ രണ്ടുപേരും. ലെഗ് പ്രസ്. കൈ പിടിക്കരുത്. കൈ അടിയിലേ പിടിക്കണം, അതുമേ പിടിക്കണ്ടേ. അതുപോലെ മുട്ട് ഫുള്ളായിട്ട് നിർത്തണ്ട. വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ ഏകദേശം 3000-ന് മേലെ വ്യൂസ് വന്നു. പുതിയ കുറേ പ്രേക്ഷകരും ആ വീഡിയോയിലൂടെ വന്നു. എൻ്റെ ഈ കൊച്ചു ചാനലിന് അതൊക്കെ ഒരു വലിയ നേട്ടം തന്നെയാണ്. എപ്പോഴും ഒരേ ഫോമാറ്റിലുള്ള വീഡിയോസ് മാത്രം ചെയ്യാണ്ട് വളരെ വ്യത്യസ്തതരമായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മളൊക്കെ സ്ഥിരം ഫുഡടി നല്ലോണം ചെയ്യുന്നവരല്ലേ, അതുകൊണ്ട് വർക്കൗട്ട് ഇല്ലെങ്കിൽ ശരിയാവില്ല. ഞാനും പക്ഷേ ഇതിലൊക്കെ ബിഗിനറാട്ടോ. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ രവി ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഈ കാര്യത്തിൽ വളരെ ശിശുവാണ്. രവിയും വൈശാഖായിട്ടൊന്നും എന്നെ കമ്പയറേ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും എന്നെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ ചെയ്യും. രവി വന്നുകൊണ്ട് ഞാൻ വൈശാഖിൻ്റെ സ്ക്രീൻ പേസ് കുറച്ചു എന്ന് ആർക്കും തോന്നണ്ട കേട്ടോ. ഓനിന്നിപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യാനുള്ളൊരു മൂഡിലല്ല. 6 ദിവസം വർക്കൗട്ട് ചെയ്തിട്ട് 7ാമത്തെ ദിവസം റെസ്റ്റ് എടുക്കേണ്ട ദിവസം അന്നും കൂടി എന്നെ ജിമ്മിൽ കൊടുന്നല്ലോ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് മനഃപൂർവ്വം ഷർട്ടിട്ട് വന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവന് ഞാൻ മനഃപൂർവ്വം ത്രെഡ്മില്ലിൽ കയറ്റി. കുറച്ച് ദൂരം മൂപ്പര് അങ്ങോട്ട് നടക്കട്ടെ. അങ്ങനെ വൈശാഖിൻ്റെ ആരാധകരും ഹാപ്പി ആവട്ടെ. സമ്മതിക്കാണ്ടിരിക്കാൻ വയ്യ. മെഷീൻസൊക്കെ അടിപൊളിയാണ്. ഈ ഒരു റേറ്റിന് ഇത്രയും നല്ല ജിമ്മ് കിട്ടണമെന്ന് നല്ല കാര്യമാണ്. ഉഫ്, ഇയാളുടെ വായെന്ന് ഇങ്ങനെ നല്ല വാക്കൊക്കെ പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. രവിക്ക് 20 കിലോ ഒക്കെ നിസ്സാരം. നമ്മൾ വാടനാംകുറിച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ ഒരു ജിമ്മ് പോകണമെങ്കിൽ ഒന്നെങ്കിൽ കുളപ്പുള്ളി പോകണം, അല്ലെങ്കിൽ ഓങ്ങല്ലൂർ പോകണം. ഈ ഒരു ജിമ്മ് വന്നതോടുകൂടി സ്വന്തം നാട്ടിൽ തന്നെ വർക്കൗട്ടൊക്കെ ചെയ്യാമല്ലോ. ഓരോരുത്തരും ജിമ്മിൽ പോകുന്നത് ഓരോ കാരണങ്ങൾക്കാണല്ലേ. ഇപ്പോൾ രവിയൊക്കെ ആണെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യാനാണ് പോകുന്നത്. അവൻ്റെ പാഷനാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം വയറ് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അതോടൊപ്പം തന്നെ കുറച്ച് മസിൽ ഗ്രോത്ത് വേണം. ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ ചിലപ്പോൾ ഒരു 4 കിലോ ഒക്കെ കുറയും. 2 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു 7 കിലോ കൂടിയിട്ടുണ്ടാവും. അതാണ് എൻ്റെ ശരീരത്തിൻ്റെ ഒരു കളി. ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വെയിറ്റ് അത്യാവശ്യം ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷേ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ പണി കിട്ടും. ആ ഒരു കാരണം കൊണ്ട് ആബ്സ് വർക്കൗട്ട് ഞാൻ മുടക്കാറില്ല. 4 ദിവസങ്ങളിൽ ഒരിക്കൽ ഞാനത് ചെയ്യും. ഈ ഫോട്ടോയിൽ കാണുന്ന ജിമ്മിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള അരുൺ ബ്രോ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അരുൺ എന്നാണ്. മിസ്റ്റർ ഇന്ത്യ 2024 മെൻസ് ചാമ്പ്യനാണ്. നമ്മുടെ പ്യുവർ ഫിറ്റ്നസ് സ്റ്റുഡിയോ നമ്മുടെ ഇത് 2ാമത്തെ ബ്രാഞ്ചാണ്. ഫസ്റ്റ് ബ്രാഞ്ച് കൈലാടാണ്, സെക്കൻഡ് ബ്രാഞ്ച് വാടനാംകുറിശ്ശിയാണ്. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 2 മാസത്തോളമായി. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലാണ് ജിമ്മ് പോകുന്നത്. ഇവിടുത്തെ നാട്ടുകാരായാലും അതേപോലെ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. എല്ലാവരും നല്ല സഹകരണമാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ ഇത് നമ്മുടെ വിജീഷാണ്, മിസ്റ്റർ കേരള 2024 ആണ്. നമ്മുടെ പാർട്ട്ണറും കൂടെയാണ്. ഇവനാണ് ഇവിടെ ജിമ്മ് നോക്കി നടത്തുന്നത്. ബാക്കി വിശേഷങ്ങൾ ഇവൻ പറയും. ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ബാച്ചുണ്ട്. ലേഡീസിനൊരു 9:30 തൊട്ടിട്ട് മോർണിംഗ് 9:30 തൊട്ടിട്ട് 12 മണി വരെയും, മിക്സഡ് ആയിട്ട് മോർണിംഗ് 5:30 തൊട്ടിട്ട് 9:00 വരെ. പിന്നത്തെ ടൈം വരുന്നത് ഈവനിങ് 5 to 9:30 വരെ. അങ്ങനെയാണ്.
സെറ്റ് രവിയ സെറ്റ്. ഈ വീഡിയോൻ്റെ കമൻറ്റ് രവി തൂക്കിട്ടോ, ഉറപ്പാ. രവി ഫാൻസ്. ഒരു മടി പിടിച്ച് തുടങ്ങിയ ദിവസമാണ്. അപ്പോൾ സൺഡേ ഒരു വർക്കൗട്ട് കിട്ടി. അപ്പോൾ ഇന്ന് ജിമ്മ് പറഞ്ഞു വന്നാൽ അരുൺ ബ്രോയ്ക്ക് താങ്ക് യു. നല്ലൊരു വ്ളോഗ് എടുക്കാൻ പറ്റി. അപ്പോൾ അരുൺ ബ്രോയ്ക്കും വിതീഷ് ബ്രോയ്ക്കും താങ്ക് യു. അപ്പോൾ എന്താ പറയുക, തുടർന്നൊന്നും വരാല്ലേ. ഞാൻ കുറച്ച് മടി. അതെ, ഇവൻ എന്തായാലും അതെ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ തുടർന്നും നല്ല നല്ല കാഴ്ചകളുമായിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ഒന്ന് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.